നമഃ ശിവായ. മക്കൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇന്ന് മിസ് എടുക്കുന്നത് ശ്രീ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നിങ്ങളുടെ പത്താമത്തെ ലെസൺ, നിങ്ങളുടെ 10ാമത്തെ ലെസനായ കാബൂളിവാല എന്നുള്ള ലെസനാണ്. അപ്പോൾ അതിനു മുന്നേ രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി പറയാം. മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിൻ്റെ ജനനം കൽക്കത്തയിലാണ് ഉണ്ടായത്. അതേപോലെ അദ്ദേഹം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നോബൽ പുരസ്കാരത്തിന് അർഹനായ മഹാനായ വ്യക്തിയാണ്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഗീതാഞ്ജലി, ഗീതിമാല്യ, ഭോലാനാഥ്, ക്ഷണിക, ഇങ്ങനെ ഒരുപാട് കൃതികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജനഗണമന ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ തന്നെ നല്ലൊരു കഥയാണ് കാബൂളിവാല. ഇതിൽ കാബൂളിവാലയും അതേപോലെ ഇതിലെ മറ്റൊരു കഥാപാത്രമായ മിനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കഥയാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 71, പേജ് നമ്പർ 71, ലെസൺ നമ്പർ 10, കാബൂളിവാല. ഓക്കെ, काबूलीवाला रवींद्रनाथ टैगोर की एक भावना प्रधान मनोवैज्ञानिक कहानी है. ഇത് ശ്രീ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഭാവനാപ്രധാന, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും ഉടലെടുത്ത ഒരു കഥയാണ്. അതും മനോവൈജ്ഞാനിക കഹാനി. അപ്പോൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയാണ്. കാബൂളിവാല छोटी മിനി മേ അപ്നി ബേട്ടി കാ രൂപ് ദേഖ്താ ഹെ. ഇതിൽ കാബൂളിവാല എന്ന് പറയുന്ന കഥാപാത്രം സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആ പട്ടണത്തിലെ ഒരു വീട്ടിലെ മിനി എന്നുള്ള ഒരു കുട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം ആ കുഞ്ഞിൽ തൻ്റെ മകളെയാണ് കാണുന്നത്. अपने कर्तव्य को याद करके वो अपने देश की ओर चल पड़ता है. इस कहानी में काबूलीवाला और मिनी के भावात्मक लगाव को दर्शाया गया है. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിന്ന്, മറ്റൊരു ദേശത്തു നിന്നും വന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാബൂളിൽ നിന്നും വന്നതുകൊണ്ടാണ് കാബൂളിവാല എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ കർത്തവ്യം, തൻ്റെ ജോലി തീർത്ത് തൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയിൽ കാബൂളിവാലയും മിനി എന്നുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, അത് ഭാവനാത്മകമായിട്ട് ഇവിടെ ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എല്ലാവരും ലെസൺ നോക്കുക. കാബൂളിവാല. मेरी 5 वर्ष की छोटी बेटी मिनी से पल भर भी बात किए बिना नहीं रह जाता था. उसकी माता उसे ज़्यादा बोलने के लिए डांटती फटकारती थी, किंतु मैं ऐसा नहीं करता था. वो मेरे साथ ही अपने भावों का आदान प्रदान अधिक करती थी. ഇവിടെ मेरी 5 वर्ष की छोटी बेटी मिनी से पल भर भी बात किए बिना नहीं रहा जाता था. ഇവിടെ ഒരു കഥാപാത്രം, മിനിയുടെ അച്ഛൻ, അദ്ദേഹം പറയുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത്. മേരി 5 വർഷക്ക് ഛോട്ടി ബേട്ടി, എൻ്റെ 5 വയസ്സുള്ള ചെറിയ മോളായ മിനി, പൽ ഭർ ഭി ബാത് കിയേ ബിനാ നഹി രഹാ ജാതാ ഥാ. ഒരു നിമിഷം പോലും അവൾ സംസാരിക്കാതിരിക്കില്ല. ചില കുട്ടികൾ ഭയങ്കര ടോക്കറ്റീവാണ് അല്ലേ, നന്നായി സംസാരിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ 5 വയസ്സായ മിനി എന്ന ഈ പെൺകുട്ടിയുടേത്. ഉസ്കി മാതാ ഉസേ ജ്യാദാ ബോൾനെ കെ ലിയേ ഡാണ്ട്തി ഫട്കാർത്തി ഥി. അപ്പോൾ അമ്മ എപ്പോഴും അവളെ വഴക്ക് പറയും. ഡാണ്ട്തി ഫട്കാർത്തി എന്ന് പറഞ്ഞാൽ സ്കോൾഡിംഗ് എന്നുള്ള അർത്ഥമാണ്.
അമ്മ എപ്പോഴും വഴക്ക് പറയും, ഇങ്ങനെ കൂടുതൽ സംസാരിക്കരുത്, അധികം സംസാരിക്കരുത് ചെറിയ കുട്ടികൾ എന്ന് അവളെ വഴക്ക് പറയായിരുന്നു. കിന്തു എങ്കിലും മേ ഏസാ നഹി കർത്താ ഥ, അച്ഛനായ ഞാൻ അവളെ അങ്ങനെ ഒരിക്കലും തന്നെ വഴക്ക് പറഞ്ഞിരുന്നില്ല എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. वो मेरे साथ ही अपने भावों का आदान प्रदान अधिक करती थी. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ അവൾ അച്ഛൻ്റെ അടുത്തായിരുന്നു തൻ്റെ ഭാവനകളെപ്പറ്റി അല്ലെ ഭാവങ്ങളെപ്പറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള ചിന്തകളെപ്പറ്റിയൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആദാൻ പ്രദാൻ കർണ പറയുകയും എന്താണ് അതിൻ്റെ ഉത്തരം അല്ലേ നേടുകയും ചെയ്തിരുന്നത് എന്നോടായിരുന്നു എന്നാണ് മിനിയുടെ അച്ഛൻ പറയുന്നത്. ओके, नेक्स्ट पैराग्राफ. मेरा घर सड़क के किनारे ही था. एक दिन एक काबुली वाले को सड़क पर जाते देख मिनी ने उसे आवाज़ लगाई, काबुली वाले, ओ काबुली वाले. मिनी के चिल्लाने पर ज्यों ही काबुली वाले ने उसकी ओर मुँह फेरा और घर की ओर बढ़ने लगा, त्यों ही मिनी भय खाकर भीतर चली गई. उसे विश्वास था कि वो बच्चों को पकड़कर अपने थैले में डालकर ले जाता है. അപ്പോൾ മേരാ ഘർ സടക്ക് കെ കിനാരെ ഹി ഥാ. സടക്ക് കെ കിനാരെ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അരികിൽ തന്നെ, അടുത്ത് തന്നെ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇദ്ദേഹം പറയാണ് എൻ്റെ വീട് റോഡിൻ്റെ സൈഡിലായിരുന്നു, അതാണ് സടക്ക് കെ കിനാരെ, റോഡ് സൈഡിൽ. एक दिन एक काबुली वाले को सड़क पर जाते देख मिनी ने उसे आवाज़ लगाई. ഒരു ദിവസം വരാന്തയിൽ നിൽക്കുന്ന സമയത്താവാം റോഡിലൂടെ ഒരു കാബുളി വാല തലയിൽ കെട്ടൊക്കെയായി ഒരാൾ പോകുന്നത് കണ്ടപ്പോൾ മിനി വെറുതെ ഉറക്കെ അയാളെ വിളിച്ചു. കാബുളി വാലേ, ഓ കാബുളി വാലേ, കാബുളി വാലേ അല്ലയോ കാബുളി വാലേ എന്ന് ഉറക്കെ വിളിക്കുകയാണ് തമാശക്ക്. मिनी के चिल्लाने पर ज्यों ही काबुली वाले ने उसकी ओर मुँह फेरा और घर की ओर बढ़ने लगा. അപ്പോൾ മിനി വിളിച്ചതുകൊണ്ട് തന്നെ എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കുകയും ആ വീട്ടിലേക്ക് വരികയും ചെയ്തു. त्यों ही मिनी भय खाकर भीतर चली गई. അപ്പോൾ അത് കണ്ടതും അവൾ ഉടനെ തന്നെ ഓടി അകത്തേക്ക് പോയി ഒളിക്കുകയാണ് ചെയ്തത്. കാരണം അവളെ തമാശയ്ക്ക് വിളിച്ചതായിരുന്നു, അവൾ പ്രതീക്ഷിക്കുന്നില്ല ഈ കാബുളിവാല അവിടെ വരുന്നു. അപ്പോൾ തലയിൽ കെട്ടും ബാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് കാണുമ്പോൾ അവൾക്ക് പേടിയായി. അതുകൊണ്ടായിരിക്കും അവൾ ഓടി അകത്തേക്ക് പോയി. ഭീതർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ള അർത്ഥമാണ്. ഉസേ വിശ്വാസ് था कि वो बच्चों को पकड़कर अपने थैले में डालकर ले जाता है. അവൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? ആരെങ്കിലും മുതിർന്നവർ പറഞ്ഞതായിരിക്കും. അവൾ വിശ്വസിച്ചിരുന്നത് ഉസേ വിശ്വാസ് था कि वो बच्चों को पकड़कर, ആ കാബുളിവാല കുട്ടികളെ പിടിക്കുന്ന ആളാണ്, കുട്ടികളെ പിടിച്ചിട്ട് അയാളുടെ വലിയ സഞ്ചിയിലിട്ടിട്ട് കൊണ്ടുപോകുമെന്നാണ് അവൾ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ കാബുളിവാലയെ കണ്ടപ്പോൾ ഓടി അകത്ത് കയറി രക്ഷപ്പെട്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ്. കാബുളിവാലേനെ ആക്കർ മുझे അഭിവാദൻ കിയ. അങ്ങനെ കാബുളിവാല വന്നു. മിനിയുടെ ഫാദർ, അച്ഛൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. ഓക്കെ, അഭിവാദൻ കർണ, പ്രണാം കർണ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക അല്ലേ. എന്നിട്ടോ ഉസേ ഘർ ബുലാക്കർ കുച്ച് ന ഖരീദ്ന അച്ഛാ ന ഥ. അപ്പോൾ സാധനങ്ങൾ വിൽക്കാൻ വന്ന ആളാണ്, മകൾ വിളിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അയാളുടെ എടുക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുന്നത് മോശമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉസ്സേ മേനെ കുച്ച് സൗദ ഖരീദ. സൗദ മീൻസ് തിങ്സ് ആണ്, സാധനങ്ങൾ. അങ്ങനെ അയാളിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ബാത്തോं ही बातों में मुझे पता चला कि उसका नाम റഹ്മത്ത് था. അങ്ങനെ അയാളുമായി സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് റഹ്മത്ത് എന്നാണ്. കാബുളിവാലയുടെ പേര് റഹ്മത്ത് എന്നാണെന്ന് മനസ്സിലായി. रहमत ने इधर उधर की कुछ बातें करके पूछा, बाबूजी आपकी बच्ची कहाँ गई? റഹ്മത്ത് കുറച്ച് ഇവിടെ അവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സംസാരം അല്ലേ, സാധാരണ രീതിയിലുള്ള കുറച്ച് സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ബാബുജി ആപ്കി ബച്ചി കഹാം ഗയി?
ബാബുജി അങ്ങയുടെ മകൾ എവിടെ പോയി? കാരണം മകൾ വിളിച്ചിട്ടാണല്ലോ വന്നത്. അപ്പം അദ്ദേഹം വന്ന ഉടനെ മകൾ ഓടി അകത്തേക്ക് പോയി, പിന്നെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, മകൾ എവിടെ പോയി? मैंने बच्ची के मन से उसका भय दूर करने के लिए उसे भीतर से बुलवा लिया. അപ്പോൾ കാബൂളിവാലയെ കണ്ടിട്ടുള്ള പേടി മാറ്റാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? മിനിയെ അകത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. रहमत ने उसे कुछ काजू एवं किशमिश देनी चाही, पर उसने नहीं ली और दुगने डर के साथ मेरे पैरों से लिपट गई. उसका पहला परिचय इस प्रकार हुआ. അപ്പോൾ റഹ്മത്ത് എന്താ ചെയ്തത്? റഹ്മത്തിനെ ഉസേ കുച്ച് കാജു മീൻസ് കാഷ്യൂ നട്ടാണ് അല്ലേ, അണ്ടിപ്പരിപ്പ്. കുച്ച് കാജു ആർ കിസ്മിസ് അറിയാലോ മക്കൾക്ക്, ഉണക്കമുന്തിരിക്കാണ് കിസ്മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇദ്ദേഹം വിൽക്കാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ. അപ്പോൾ ഈ കാഷ്യൂ നട്ടും കിസ്മിസും ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്, കുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ദേനി ചാഹി കൊടുക്കാൻ ആഗ്രഹിച്ചു. പർ ഉസ്നെ നെഹീലി, ലേക്കിൻ പർ എന്ന് പറഞ്ഞാൽ ലേക്കിൻ, പക്ഷേ അവൾ വാങ്ങിച്ചില്ല. നെഹീലി ആർ ദുഗുനെ ഡർസെ, ദുഗുനെ എന്ന് പറഞ്ഞാൽ ഡബിളാണ്, ആദ്യത്തിനേക്കാളും ഡബിൾ പേടി. उसने नहीं ली और दुगने डर के साथ मेरे पैरों से लिपट गई. उसका पहला परिचय इस प्रकार हुआ. എന്ന് വെച്ചാൽ അവൾ ഡബിൾ പേടിയോടുകൂടെ വീണ്ടും തൻ്റെ അച്ഛൻ്റെ കാല് കെട്ടിപ്പിടിച്ച് അവിടെ ചുറ്റി നിന്നു. ഉസ്കാ പഹല പരിചയ് ഇസ് പ്രകാർ ഹുവ. അങ്ങനെ കാബൂളിവാലയുമായിട്ടുള്ള മിനിയുടെ ആദ്യത്തെ പരിചയം ഇപ്രകാരമായിരുന്നു എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ കാബൂളിവാല എന്നുള്ള കഥ ലേഖകൻ മിനിയുടെ അച്ഛൻ പറയുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ഇത്രയും ഈ ഫസ്റ്റ് പാർട്ട് നന്നായി വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അതേപോലെ മിസ്സ് ഇന്ന് തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, ഇന്ന് തരുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ലെസൺ നമ്പർ 11 വെറുതെ വീണാവാദിനി എന്നുള്ള ആ ലെസൺ നമ്പർ 11 എക്സസൈസാണ്. ഓക്കെ, സോ ആ ലെസണിൽ പേജ് നമ്പർ 80 നിമ്നലിഖിത് പ്രശ്നോ ശബ്ദോं के अर्थ लिखिए എന്ന് പറഞ്ഞിട്ട് നവ്, നയ, നിർജ്ജർ, ഝർണ, തമ്, അന്ധകാർ, പർ, പങ്ക്, നഭ്, ആകാശ്, കലുഷ്, പാപ്, ഇത്രയും വേർഡ് മീനിങ്സും പിന്നെ അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിക്കലും. നിമ്നലിഖിത് ശബ്ദോं का वाक्यों में प्रयोग. തമ് എന്നുള്ളത് നവള്, വിഹഗ്, ജ്യോതിർമയ, വൃന്ദ്, ജലദ്, ഇത്രയും വേർഡ്സ് വാക്യത്തെ പ്രയോഗിച്ചും കൊണ്ടാണ് മിസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും നോട്ടിൽ എഴുതി വെക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ, നമഃ ശിവായ.